അമേരിക്ക വന്ന് വെറുതെ ബോംബിടുകയാണ്. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് കച്ചവടമുള്ള ആരോപണമുണ്ട് പോലും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെ അവിടെ നിന്നുള്ള ടെററിസ്റ്റുകളൊന്നും അമേരിക്കയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഗതിയായിട്ട് പറയാമെന്നാണ്. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എവിടുന്നാണ് വരുന്നത്? സിഗേഷ്, മെക്സിക്കോ അല്ലേ? മെക്സിക്കോ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ ഡ്രഗ് കാർട്ടൽസ് സ്ഥലം. അവിടെ നിന്ന് ആക്രമിക്കാത്ത എന്താണ്? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ശരിയാണല്ലോ, അവിടെ പണപ്പെരുപ്പം കൂടുകയാണ്, ആൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, സാധനങ്ങൾക്ക് വില കൂടുകയാണ്, മനുഷ്യരുടെ ജീവസന്ധാരണ പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും വെനസ്വേലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഹൗ ഇറ്റ്സ് ഹാപ്പൻസ്? ലോകത്തെ ഏറ്റവും വലിയ എണ്ണ സമ്പാദ്യമുള്ള ഒരു രാജ്യത്ത് എങ്ങനെ ഇത്രയും വലിയ പെരുപ്പം ഉണ്ടാകുന്നു? എന്തുമാത്രം സാങ്ഷൻസിന് നടുവിലാണ് ഈ രാജ്യങ്ങൾ ജീവിക്കുന്നത് അറിയാമോ? അതായത് ആ രാജ്യങ്ങൾക്ക് അവരുടെ സമ്പത്ത് വിൽക്കാനും അവയെല്ലാം വൃത്തിക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള വലിയ തോതിലുള്ള ഉപരോധം അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ രാജ്യങ്ങളെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. അവയ്ക്കുമേൽ ഭീകരവാദത്തിൻ്റെയും മയക്കുമരുന്ന് ആരോപണത്തിൻ്റെയും മുദ്ര ചാർത്തി കൊടുക്കുകയാണ്. അവരെങ്ങനെ ശ്വസിക്കും? അപ്പോൾ എന്തു ചെയ്യും? എല്ലാ തരത്തിലും ബുദ്ധിമുട്ടും. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, കേരളത്തിന് കിട്ടാനുള്ള വിഹിതമൊന്നും കേന്ദ്ര സർക്കാർ തരുന്നില്ല, ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ ശ്വാസം മുട്ടിക്കുകയാണ്. അങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ജനങ്ങൾ ഭരണകൂടത്തിനെതിരാവും. ആ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർന്നു വരുമ്പോൾ ആ വികാരത്തെ ഫ്യൂവൽ ചെയ്യാൻ അമേരിക്കൻ CAA വരും. അമേരിക്ക തന്നെ 2025 എന്താണ് വെനസ്വേലയിൽ ഇടപെടാൻ CAAക്ക് അനുമതി കൊടുത്ത രേഖകൾ പുറത്തു വന്നില്ലേ? CAA എന്തിനാണ് വെനസ്വേലയിൽ ഇപ്പോൾ ഇടപെടുന്നത്? ആ വെനസ്വേലയിൽ കുഴപ്പമുണ്ടാക്കുക. ഹ്യൂഗോ ഷാവേസിൻ്റെ കാലത്ത് അവർക്ക് പറ്റിയില്ല, അയാൾ ആഞ്ഞു നിന്നു. അതിനുശേഷം വന്ന മദുറോ കുറച്ചുകൂടി വീക്കായിരുന്നു തോന്നുന്നു, വളരെ പെട്ടെന്ന് അവർക്ക് ഇടപെടാൻ പറ്റി. ഇപ്പോൾ എന്തായി? അവിടെ കൊണ്ടുവന്ന് ബോംബിട്ടു. നോക്കൂ, ഇന്നത്തെ നമ്മൾ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. വെനസ്വേല ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അമേരിക്ക വന്ന് വെറുതെ ബോംബിടുകയാണ്. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് കച്ചവടമുള്ള ആരോപണമുണ്ട് പോലും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെ അവിടെ നിന്നുള്ള ടെററിസ്റ്റുകളൊന്നും അമേരിക്കയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഗതിയായിട്ട് പറയാമെന്നാണ്. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എവിടുന്നാണ് വരുന്നത്? സിഗേഷ്, മെക്സിക്കോ അല്ലേ? മെക്സിക്കോ ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വലിയ ഡ്രഗ് കാർട്ടൽസ് സ്ഥലം. അവിടെ നിന്ന് ആക്രമിക്കാത്ത എന്താണ്? അവിടെ ഒരു വോള് പണിത് വെച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ. അവിടെ എന്താ കൊണ്ട് ബോംബിടാത്തത്? അപ്പോൾ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഇതല്ല, മറിച്ച് ഈ വലിയ എണ്ണ സമ്പാദ്യം പിടിക്കണം, 2 ചൈനയെ പൂട്ടണം, റഷ്യയെ പൂട്ടണം. ഇപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ചൈന കോടാനുകോടി രൂപയുടെ ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പകരം എണ്ണ. ഇത് മൊത്തം ഇപ്പം അനിശ്ചിതാവസ്ഥയിലാവും. റഷ്യയുടെ പ്രതിരോധ കരാറുകൾ മുഴുവൻ ആകെ കുളമാവും. അപ്പോൾ അമേരിക്ക ഇതിനകത്തൊരു വിശാലമായ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ആക്രമിച്ചിരിക്കുന്നു. ആ റീജിയൻ പിടിക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണ്. കേവലമായ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യമാണ് അതിനകത്ത്. ലോകത്തിന് മനസ്സിലാവുന്ന, ലോകത്തിന് ബോധ്യപ്പെടുന്ന, ലോകത്തിന് കൂടെ നിൽക്കാൻ കഴിയുന്ന ഒന്നും അതിനകത്തില്ല. അമേരിക്കൻ സാമ്രാജ്യത്വം അത് നമ്മൾ പണ്ടും പറഞ്ഞില്ലേ, കേരളത്തിലടക്കം അമേരിക്ക ഇടപെട്ടതിൻ്റെ ചരിത്ര രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നുവെന്നും അമേരിക്കയുടെ ഊറ്റി ജീവിക്കുന്ന രാജ്യം ഒരർത്ഥത്തിൽ അത് എല്ലായിടത്തുനിന്നും ഊറ്റുക എന്നുള്ളതാണ്.